ആ ഓടക്കുഴൽ പിടിക്കാൻ പോലും അറിഞ്ഞൂടാ ഇങ്ങനെ. എടി അത് ഓടക്കുഴലല്ല, നേഴ്സുമാര് വന്ന് ഫിസിയോതെറാപ്പി ചെയ്താടി. ഇങ്ങനെയാണ് ഓടക്കുഴൽ പിടിക്കുന്നത്. വായിക്കാറിയെന്നുള്ള എങ്ങനെ പിടിക്കാം? അത് ഒരു ഓർഡർ എടുത്തു എനിക്ക് അങ്ങനെ ഓടക്കുഴൽ ഒന്ന് പിടിച്ച ഒന്ന് കാണിച്ചേ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് കൃഷ്ണൻ. നീ ഓടക്കുഴലിന് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ? അല്ല അതുപോലും പിടിക്കാൻ അറിഞ്ഞൂടാത്ത ആളാണ്. നിനക്ക് എന്താണ്? എനിക്ക് പ്രശ്നമില്ല, എന്തോ കാണിച്ചു വെച്ചത്. ഇങ്ങനെയാണ് കൃഷ്ണൻ കാണിക്കുന്നത്. എങ്ങനെ പിടിക്കാം? അല്ല ചേട്ടാ, ഒരു വിഷമം അനു ഓടക്കുഴലിന്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ മറ്റുള്ള പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യും അനുവിന് വിഷമം. രാധന്മാരെല്ലാരും അടിപൊളിയായിരുന്നു കേട്ടാ. പക്ഷെ കൃഷ്ണൻ കാണിച്ചത് ഭയങ്കര. ഗോപികമാരും വേണുനാഗവള്ളിയും നമ്മുടെ ഡാൻസ് ഉഗ്രനായി. ഇവര് കലാമണ്ഡലത്തിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ട് പിന്നെ നമുക്കത് പറയാം. ശരിക്കും കൃഷ്ണൻ ഇങ്ങനെയൊന്നും അല്ല കാണിക്കേണ്ടത്. അപ്പൊ നിനക്കത് കാണിക്കണം, ക്യാമറ നോക്കി കാണിക്കണം. അതല്ലേ നിന്റെ ഉദ്ദേശം? ഞാൻ കൃഷ്ണനല്ലോ. അനു ഒരു സജഷൻ ഉണ്ട്. നീ തങ്കച്ചൻ പെൺകുട്ടികളുടെ കൂടെ കളിച്ചല്ലേ, നീ കൃഷ്ണനായിട്ട് നീ ആണുങ്ങളുടെ കൂടെ കളിക്കും. നല്ല തീരുമാനം. ജിഷിൻ ചേട്ടൻ ഇപ്പൊ അനുവിന്റെ കൂടെ കളിക്കണം. വേണ്ട വേണ്ട, ഔട്ട്. ഗേൾസ് വരൂ, തങ്കു ഔട്ട്. ഇതിവിടെ ഇരുന്നൊന്ന് കാണണം. പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് കീചകവധം. അല്ലല്ല അനു, നമ്മള് വീണടം വിഷ്ണുലോകാക്കണം അല്ലേ? കുട്ടി കൃഷ്ണനായിട്ട് തിരിഞ്ഞപ്പോഴാണ് ഒരു കാട്ടിലെ പാട്ട് പെട്ടെന്ന് വന്നത്. കാട്ടിലെ കിട്ടണെ പോലെ അനു ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയില്ലേ? വേറെ കാര്യം പറഞ്ഞാ, അല്ല എനിക്ക് അനു പോയിട്ട് വന്നതിന് ശേഷം ദുബായിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വില കുറഞ്ഞു. 150 രൂപയ്ക്ക്. അതിലെന്ത് കോമഡി? ഒന്ന് പറഞ്ഞു. ടിക്കറ്റ് വില കുറഞ്ഞാൽ കോമഡി അല്ലേ? ഞാൻ പോയോണ്ടാണെന്ന് പറഞ്ഞു. അതെന്താ കോമഡി? അതെന്ത് കോമഡി? ഇതെന്തത്? ഞാൻ പോയിട്ട് ഹെയർ സ്റ്റൈല് കൊള്ളാല്ല, അന്യനെ പോലുണ്ട്. എനിക്കറിയില്ല കേട്ടോ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നുള്ളത് എനിക്കറിയില്ല. മൊത്തത്തില് ലുക്കില് മാറ്റം, കണ്ണടയില് മാറ്റം, മൊത്തത്തില് മാറ്റം. കണ്ണട 2 ഉണ്ട്. അതെന്തിനാ തങ്കച്ച 2? ആണുങ്ങളെ വെറൈറ്റി വേണം. ശരി, ഒന്ന് കസേരയിലിരിക്കുമ്പോ ഒന്ന് നടക്കുമ്പോ ഉപയോഗിക്കാൻ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ